ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 15 മോൻ്റെ സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം ഒരു 8:30 ഞാനും ഏട്ടനും മോനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 8:45 ആകുമ്പോഴാണ് സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്കൂളിലെത്തി ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്ലാഗ് ഓഫിനുള്ള എല്ലാ തയ്യാറെടുപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫ്ലാഗ് ഓഫും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ HM ആണ് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. അങ്ങനെ സ്കൂളിൽ കുറച്ച് മക്കളെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസ്, ദേശഭക്തി ഗാനം, ഗ്രൂപ്പ് സോങ്, പിന്നെ സ്പീച്ച്, ഇംഗ്ലീഷും മലയാളവും ഉണ്ടായിരുന്നു കേട്ടോ സ്പീച്ച്. അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സ്, അങ്ങനെ കുറച്ച് പരിപാടികളും ഉണ്ടായിരുന്നു. ടാറ്റ കാണിക്കും. കൃതി ഒന്ന് ഹായ് പറയോ? ഹായ്.
വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒരു 4 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് ഒരു മടവൂർ പാറ പറഞ്ഞൊരു സ്ഥലമുണ്ട്. നല്ല രസമാണ്, പാറയും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അടുത്ത് തന്നെ മക്കൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി മടവൂർ പാറ പോയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക, ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പം ഞങ്ങൾ 3 പേരും കൂടി അങ്ങോട്ടേക്ക് പോയി. ഇവിടെ മടവൂർ പാറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഹാക്ഷേത്രം ഉണ്ട് ഇവിടെ. അത് ഞാൻ പിന്നൊരു ദിവസം കാണിക്കാം. ഇപ്പം ഞാൻ ക്ഷേത്രത്തിലേക്കൊന്നും പോയിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ റോഡാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇതാ മടവൂർ പാറ ശ്രീ മഹാദേവ ക്ഷേത്രം. അതൊരു ഗുഹാക്ഷേത്രം പോലെയാണ്. കുറച്ച് ഉള്ളിലേക്ക് സ്റ്റെപ്പ് വഴി കയറിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠയായിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് വൈബാട്ടോ അവിടെ എത്തിയാൽ. അപ്പോൾ അത് ഞാൻ പറ്റുകയാണെങ്കിൽ ഞാനത് വീഡിയോ എടുക്കാം. അപ്പം ഞങ്ങൾ മടവൂർ പാറയ്ക്ക് പോവുകയാണ്. പോകുമ്പോൾ കുറച്ച് നല്ല കാഴ്ചകൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ തെങ്ങുംതോപ്പ് പോലെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പം ആകാശം കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നോക്കിയാൽ ആ പാറ കാണാം, മടവൂർ പാറ കാണാം. അപ്പം ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ, സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ അവധിയാണ്, അവിടെ തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും വന്നില്ല, ഇന്ന് നമുക്ക് കറങ്ങിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പോത്തങ്കോടേക്ക് പോയി. പോത്തങ്കോട് പോയി വണ്ടിയിൽ പെട്രോളും അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും പെട്രോൾ അടിച്ച് നേരെ ചായ കുടിക്കാൻ തന്നെ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ചായവഞ്ചിയിലെത്തി. അപ്പോൾ ചായയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ മോൻ്റെ കുറച്ച് ഷോർട്സ് എടുത്തു. ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങളെ കൂടെ സ്പൈഡർമാൻ വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടിയാണ് യാത്രകളും. എവിടെ പോവുകയാണെങ്കിലും സ്പൈഡർമാൻ കൂടെ ഉണ്ടാവും. അങ്ങനെ അധികം വൈകിപ്പിക്കാണ്ട് തന്നെ അവർ ചായ കൊണ്ടു തന്നു. ചായയും പഴംപൊരിയും സമൂസയും ഒരു ക്രീം ബണ്ണൊന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ടേസ്റ്റ് ഒക്കെ വിചാരിച്ച് വാങ്ങിയതായിരുന്നു. അപ്പം നോക്കുമ്പോൾ സമൂസ 2 ഞാൻ കഴിക്കേണ്ടി വന്നു. ചിക്കൻ ആയതുകൊണ്ട് ഏട്ടൻ കഴിക്കില്ല. അപ്പോൾ ക്രീം ബണ്ണ് ഏട്ടൻ കഴിച്ചു. കുറച്ച് ഞാൻ ടേസ്റ്റ് നോക്കിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്.